ഗായ്സ് നോക്കൂ. അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് നാൾ നമ്മള് വീഡിയോ ഇട്ടില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയി. നമ്മള് മോണി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-13 ചാനൽ അടിച്ചു പോയ ശേഷം നമ്മുടെ യൂട്യൂബ് ആങ്കിൾ അല്ലേ, യൂട്യൂബ് ഏട്ടൻ നമുക്ക് മോണിറ്റൈസ് ആയിട്ട് ഇനി നമുക്കൊരു പ്രോബ്ലംസ് വരുന്ന ചാനല് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവും. അപ്പോ നമ്മള് നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. നിങ്ങൾ ഇത്രയും നാളെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി. ഇനി പുതിയ പുതിയ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വീഡിയോസ് ആണ് നമ്മൾ വരുന്നത്. ഇന്ന് നമ്മുടെ ലുക്കിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. നമ്മള് സിസ്റ്റം ഒക്കെ എടുത്തുകൊണ്ട് വെച്ചൊരു പ്രത്യേക വെറൈറ്റി ഒരു ഓഫീസ് പണിഷ്മെന്റ്, അതായത് നമ്മളെ പെയ്ഡ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് കണ്ടന്റ് ആണ് ഓഫീസ് പണിഷ്മെന്റ്. അതുപോലെ ഒരുപാട് പെയ്ഡ് വീഡിയോസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് നിങ്ങളുടെ മുന്നിലും കൂടെ നമ്മൾ കൊണ്ടുവരുവാണ്. ഓഫീസ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് കാണാൻ നിങ്ങൾക്ക് വളരെയധികം ആഹ്ലാദവും സന്തോഷവും വളരെയധികം എക്സൈറ്റഡ്. എന്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ഇട്ടു, നിങ്ങൾ എന്താണ് മാം വീഡിയോ ഇടാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ എന്ത് പറ്റി വീഡിയോ ഇടാത്തത്, 6 days ആയി മാം, 8 days ആയി മാം, നമുക്ക് ഉറക്കം വരുന്നില്ല നിങ്ങളുടെ വീഡിയോ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് നിരാശ മാത്രമാണ് നിങ്ങൾ തരുന്നത് വീഡിയോ ഇടാത്തതില്. അതിന് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം വീണ്ടും പ്രതീക്ഷിക്കുന്നു, നിങ്ങളൊപ്പം കൂടെ കാണും എന്ന് നമ്മൾ ഒരുപാട് ഇഡിയറ്റ് സിബ്ലിംഗ്സ് ഓൺലി യൂട്യൂബ് ഫാമിലിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ അടിപൊളി കണ്ടന്റുമായിട്ട് വരാനുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ പറയേണ്ടത് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന്റെ കാര്യമാണ്. നമ്മുടെ ചാനലില് നമ്മള് ബേസ് ചെയ്തിട്ട് ഒരുപാട് പണിഷ്മെന്റ് വീഡിയോസ് നമ്മൾ പെയ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് പെയ്ഡ് വീഡിയോസിൽ കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും നമ്മുടെ എക്സാം ഇഷ്യൂസ് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയ്ഡ് വീഡിയോസ് കുറെ ചെയ്യാനുള്ളത് കൊണ്ട് ആദ്യം തന്നവർക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് പിന്നീട് തന്നവർക്ക് കുറച്ച് ലേറ്റ് ആയി പോകുന്നുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ പക്ഷെ നമ്മള് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്താണ് നിങ്ങളുടെ പെയ്ഡ് വീഡിയോസ് ചെയ്ത് തരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതെ, അപ്പൊ കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന് ഇൻട്രസ്റ്റ് ഉള്ളവര് ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ വരുക. നെയിം ഇഡിയറ്റ് സിബ്ലിംഗ്സ് എന്നാണ്. ഇഡിയറ്റ് സിബ്ലിംഗ്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സെയിം നെയിം തന്നെയാണ്. പിന്നെ ഇന്ന് തൊട്ട് നമ്മുടെ കമന്റ് ബോക്സ് ഓൺ ആണ്. അപ്പോ അതിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ബന്ധപ്പെടാനുള്ള ലിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഏത് സമയം വേണമെങ്കിലും മെസ്സേജ് ചെയ്യാൻ നമ്മൾ റിപ്ലൈ തരുന്നതാണ് നമ്മള് കാണുമ്പോ കേട്ടോ. അപ്പോഴിന്ന് നമ്മുടെ ഒരു കിടിലം ബാക്ക് കാനിങ് പ്ലസ് നീൽ ഡൗൺ പണിഷ്മെന്റ് ഉള്ള ഒരു ഓഫീസ് റൂം പണിഷ്മെന്റ് ആണ് ചെയ്യുന്നത്. ഫേസ് ലാപ്പ് ഇൻക്ലൂഡ് ചെയ്ത്. അപ്പൊ നിങ്ങള് പ്രതീക്ഷിച്ചിരിക്കുക എപ്പോഴാണ് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ സംഭവങ്ങൾ ഈ ഫേസ് ലാപ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് നോക്കി സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പൊ ഫുൾ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അടിക്കുക. അപ്പൊ തന്നെ നിങ്ങളുടെ നമ്മുടെ വീഡിയോസ് ഇടുമ്പോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോകാം. സിന്ധുവിനെ വിളിക്കൂ. സിന്ധു, ഡെയിലി ബേസിന് വന്ന റോസിനെ വരാൻ പറയും. പെട്ടെന്ന് വേണം. ഓക്കെ. മാഡം വിളിച്ചിരുന്നു? യെസ്, വിളിച്ചിരുന്നു. ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഏത് മറ്റേ ഓഫീസിലോട്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് അടുത്ത ഞാൻ ഫോർവേഡ് ചെയ്തായിരുന്നു. മാം, ഞാൻ ഇന്നലെ വന്നപ്പോ കുറച്ച് ഇന്റർനാഷണൽ കമ്പനിയിൽ കൊടുക്കാനുള്ള കുറച്ച് ഇത് മെസ്സേജസ് ഉണ്ടായിരുന്നു, അത് പാസ് ചെയ്തായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇല്ല മാം, ഞാനിപ്പോ എടുത്തിട്ട് വരാം. വെൽക്കം മാം. 5 minutes. മാം, ഈ വർക്കാണോ ചോദിച്ചിരുന്നത്?
പറഞ്ഞത്? ഇങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞേ? മാം ഇതാണ്. താൻ എന്താ വിചാരിച്ചേ ഓഫീസിനെ പറ്റി? എന്താ വിചാരിച്ചേ? തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ വർക്ക് ഇവിടെ ചെയ്യുമ്പോ നീറ്റായിട്ട് ചെയ്യണമെന്ന്? അയ്യോ മാം, ഞാൻ അറിഞ്ഞ കാര്യമല്ല. ഇത് എടുത്ത് തന്ന വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്യുന്നേ? അതെടുത്തേ, എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്തത് നോക്കട്ടെ. മാം ഈ മെയിൽ ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്. എല്ലാ മെയിൽസും സെൻഡ് ചെയ്തതാണ്. ഇന്റർനാഷണൽ മെസ്സേജ് എവിടെ? അയച്ചതിനുള്ള പ്രൂഫ് എവിടെയെന്നാ ചോദിക്കുന്നേ? മാം പ്രൂഫ് ഒന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. പിന്നെ തന്നെ എവിടുത്താ ഇത് ജോലിയാണ് താൻ വിചാരിച്ചാലോ? കളിയാണോ ഇത്? തന്നെ പറ്റി കുറെ ഇത് കിട്ടിയായിരുന്നല്ലോ, ഇവിടെ കംപ്ലൈന്റ്സ് കിട്ടിയായിരുന്നല്ലോ. സോറി മാം, ഞാൻ ഒന്നും അറിഞ്ഞില്ല. താൻ പിന്നെ എത്ര മണിക്കാ ഇവിടെ വന്നേ? ഒരു 10 ആവുമോ? 10 മണിക്കാണോ ഇവിടെ തനിക്ക് ഇവിടെ ജോബ് വെച്ചിരിക്കുന്നത്? തനിക്ക് ഡെയിലി ബേസ് ആയിട്ട് എത്ര മണിക്ക് ഇവിടെ വരണം എന്ന് പറഞ്ഞാണ് താൻ ഇവിടെ കയറിയത്? 8:30 മാം. എന്നിട്ട് താൻ 10 മണിക്കാണോ വരുന്നേ? അത് ബസ് കിട്ടാൻ താമസിക്കുന്നതുകൊണ്ടാണ്. ബസ് കിട്ടാൻ താമസിച്ചാൽ താൻ എങ്ങനെയെങ്കിലും ഒക്കെ 10 മണിക്ക് ഇവിടെ വരത്തുള്ളൂ. തന്നെ കുറിച്ച് ഇവിടെ കുറെ നോട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ വരുന്ന ആളുകളുടെ കൂടെ കാറിലാണ് വരുന്നത്, കാറിലാണ് പോണത് എന്നൊക്കെ ഫോൺ വിളിക്കാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ തന്നെ കുറിച്ച് ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ മാം, ഞാൻ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ. തന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിടും. അയ്യോ മാം, എന്നെ സസ്പെൻഡ് ചെയ്തത്. എനിക്ക് 2 മക്കളുള്ളതാണ്. എന്റെ ഭർത്താവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞാനാണ് ആകെ അവരുടെ കുടുംബത്തിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ കണ്ടവരുടെ കൂടെ ഞാൻ വരൂ. ഇവിടെ അത് ഇതല്ല. ഒന്നി തന്നെ ഞാൻ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ താൻ ഞാൻ പറയുന്ന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അയ്യോ മാം, ഞാൻ കാല് പിടിക്കാൻ സത്യത്തിൽ എന്റെ കാല് പിടിക്കണ്ട. ഈ ജോലി വളരെ അത്യാവശ്യം. അപ്പൊ ഞാൻ പറയുന്ന പണിഷ്മെന്റ് താൻ ചെയ്യേണ്ടി വരും. മാം എന്ത് പണിഷ്മെന്റ് ആണ്? ഫസ്റ്റ് ടൈം ബാക്ക് കാനിങ് ചെയ്യണം. എനിക്ക് നേരെ തെറ്റി നോക്കി ബാക്ക് കാനിങ്. ഇനി മേലെ ഇത് ആവർത്തിക്കോ? നേരെ നിൽക്കണോ? ഇനി മേലെ ഇത് ആവർത്തിക്കുമോ? ഇനി മര്യാദയ്ക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ? അത് തായി പോലെ കറങ്ങി നടക്കോ? പറയട്ടോ. തനിക്ക് എന്താ ഇത്ര താമസം ഇതൊക്കെ പറയാൻ? ഇതെന്താ തനിക്ക് ഇത്ര താമസമെന്ന്? തനിക്ക് എന്റെ സ്വഭാവം നേരെ അറിയില്ല. എനിക്ക് ഈ ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാൻ ഒരു ഓഫീസിൽ ചെയ്യാത്ത ഇതാണ് എന്റെ ഒരു പ്രത്യേക ഒരു ഇതാണ് ഈ ചൂരൽ അടിപ്രയോഗം. മനസ്സിലായോ? സോറി മാം, എനിക്ക് ഇത് കൊണ്ട് മതിയാകുന്നില്ല. തന്നെ ഇത് ചെയ്തത് ശിക്ഷിച്ചത് മതിയായില്ല. മാം ഈ വർക്കിന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യില്ല. ഏത് വർക്ക്? ഇപ്പൊ എന്റെ നേർക്ക് ഇത്ര എറിഞ്ഞ വർക്കുകളൊന്നും ഞാൻ ചെയ്യില്ല. എങ്കിൽ താൻ വീട്ടിൽ പൊക്കോളൂ. അത് തന്നെ ഞാൻ ജോലിയിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട. തന്റെ വർക്ക് ചെയ്യാൻ തന്നെ പോലെ വേറെ ആരെങ്കിലും കിട്ടുമെന്ന് എനിക്ക് നോക്കണമല്ലോ. എന്ത് പണിഷ്മെന്റ് ആണെങ്കിലും തന്നോളൂ. മുട്ടുകുത്തി നിൽക്കടോ. 5 minutes മുട്ടുകുത്തി നിൽക്കടോ. താൻ വിചാരിച്ച എന്താ സ്കൂൾ ടൈം കോളേജ് ടൈം കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ ഒന്നും ഇല്ലെന്നാണോ? എനിക്ക് ഈ ഓഫീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടാനുള്ള എല്ലാ സംഭവങ്ങളും എനിക്കുണ്ട് കേട്ടോ. തനിക്കറിയില്ലായിരിക്കാം. എപ്പോഴാണെങ്കിലും എനിക്ക് ഈ ഓഫീസിൽ നിന്ന് ഒരു കാരണം ഇല്ലെങ്കിൽ കൂടി തന്നെ പിരിച്ചുവിടാനുള്ള എല്ലാ ഇതും റൂൾസും ഉണ്ട്. ഞാൻ ജോലി ചെയ്യാതെ കറങ്ങി നടക്കുന്നവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ നിന്ന് 1 രൂപയെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തിരിക്കണം. അല്ലാതെ നിങ്ങൾ പൈസ കൊണ്ടുപോവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇവിടെ നിന്ന് എന്റെ റൂൾസ് ആണത്. മാം, ഞാൻ വർക്ക് 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് താൻ പറയുമ്പോഴല്ല എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ആവശ്യപ്പെടുമ്പോൾ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ തന്റെ ആവശ്യത്തിനല്ല എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. മനസ്സിലായോ? സോറി മാം. മാം എത്ര വേണമെങ്കിലും എന്നെ ക്യാനിങ് ചെയ്തോളൂ മാം. എന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ഞാൻ തീരുമാനിക്കും. എന്റെ വർക്ക് ഇന്ന് എനിക്ക് എത്ര രൂപയുടെ നഷ്ടമാണ് വന്നതെന്ന് അറിയുമോ തനിക്ക്? ഈ വർക്ക് ഇയാൾ ഇന്റർനാഷണൽ വർക്ക് ആയിരുന്നു, ബിസിനസ് വർക്ക് ആയിരുന്നു. അത് താൻ ചെയ്യാത്തത് കാരണം എനിക്ക് എത്ര രൂപയുടെ നഷ്ടമാണ് വന്നതെന്ന് തനിക്ക് അറിയോ? ലക്ഷക്കണക്കിന് രൂപയുടെ ടൈമിന് താൻ മെസ്സേജ് ചെയ്യാതിരുന്നിട്ട് എനിക്ക് വന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ പോലെ ഒരു സ്റ്റാഫിനെ കാരണം എന്റെ ബിസിനസ്സിൽ ലോ വരാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? മാം, ഞാൻ ആരെ കൂടെ യാത്ര ചെയ്യാറൊന്നുമില്ല. അതൊക്കെ റൂമേഴ്സ് ആണ്. അത് മനസ്സിലാവുമല്ലോ. തീയില്ലാതെ ഒരിക്കലും പുകയുണ്ടാകില്ല. അതാദ്യം മനസ്സിലാക്കൂ താൻ.
മാമിനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. താൻ ഇവിടെ ഒരു ഇല അനങ്ങിയാൽ പോലും എനിക്കത് അറിയാൻ പറ്റും. തന്റെ ഇനി കളികളൊന്നും ഇവിടെ നടക്കത്തില്ല, മനസ്സിലായോ? ഇനി താൻ നീറ്റായിട്ട് ഇതിൽ ഞാൻ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കും. ഉറപ്പായിട്ടും സസ്പെൻഡ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. തന്നെ പോലെ ഒരാളെ എന്റെ ബിസിനസ്സിലെ എല്ലാ സംഭവങ്ങളും ഇത് ചെയ്ത ആളെ ഞാൻ ഈ ഓഫീസിൽ വെച്ചിരിക്കില്ല, മനസ്സിലായോ? എണീക്കടോ. 10 ക്യാനിങ് കൂടെ ഞാൻ തനിക്ക് വേണ്ടി തരുന്നതാണ്. അതിനുള്ള ശിക്ഷയാണ്. നിർത്തി അടിക്കണേ. താൻ സ്ലോ ആയി കഴിഞ്ഞാൽ ഞാൻ ഇനി അടിക്കും. താൻ സ്ലോ ആയി കഴിഞ്ഞാൽ നിൽക്കടോ. തിരിഞ്ഞിക്കടോ. മാം പറയുന്ന പോലെ ഇതൊക്കെ റൂമേഴ്സ് ആണ്. യു ജസ്റ്റ് ഡോണ്ട് ബിലീവ് ദം. ആ റൂമേഴ്സ് ആണെങ്കിൽ ഞാൻ അതിനു വേണ്ടിയുള്ള പണിഷ്മെന്റ് ചെയ്തിരിക്കും. ഈ ഓഫീസിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. തെറ്റ് ചെയ്തവർ എന്തായാലും ഇത് തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ നിന്ന് തരുന്നതാണ്. ഓക്കെ? എന്തായാലും ശരി തന്നെ. ഞാൻ ഈ ജോലിയിൽ നിന്ന് ഈ വർക്ക് ഇത്രയ്ക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഈ ഓഫീസിലുള്ള എല്ലാ സംഭവങ്ങളും അറിഞ്ഞു വെച്ചിട്ട് ഇത് ഈ ഓഫീസിലുള്ളവർക്ക് തന്നെ ഭീഷണിയാക്കാൻ ഇവിടെ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ, അതുകൊണ്ട് താൻ ചെയ്ത് ഇന്നത്തെ ബിസിനസിന് ഉണ്ടാക്കിയ എല്ലാ സംഭവങ്ങൾക്കും വേണ്ടി തന്നെ ഞാൻ ഇത്രയും പണിഷ് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. താൻ ഇവിടെ കാട്ടിക്കൂടുന്ന എല്ലാത്തിനും വേണ്ടി തന്നെ ഞാൻ ഈ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഒരിക്കലും തനിക്ക് ഈ ഓഫീസിൽ ജോലി കിട്ടത്തില്ല. ഓക്കെ? സോറി മാം. ഗൈസ് നോക്കൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇട്ടുടനെ നമ്മളിത് സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗൈസ് പിന്നെ എക്സാമിന്റെ ഇടയിലാണ്, അപ്പൊ എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ പെയ്ഡ് വീഡിയോസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയേണ്ടത് കസ്റ്റമൈസ്ഡ് വീഡിയോസ് ഇടുക. പെയ്ഡ് വീഡിയോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് അയക്കാം. നമ്മൾ ഉടനെ തന്നെ റിപ്ലൈ തരുന്നതാണ്. നിങ്ങളുടെ വീഡിയോസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. സ്ട്രിക്റ്റ് ക്ലാസ് റൂം പണിഷ്മെന്റ് വീഡിയോസ്, പിന്നെ ഇപ്പൊ ജസ്റ്റ് ഫീമെയിൽ ഡൊമിനേഷൻ വീഡിയോസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകം ചാനൽ തുടങ്ങണം. ഫീക്കാനിങ് വീഡിയോയ്ക്കും പ്രത്യേകം ചാനലൊക്കെ തുടങ്ങണമെന്നൊക്കെ വിചാരിച്ച് വെക്കുന്നുണ്ട്. ജസ്റ്റ് പ്ലാനിങ്ങിലാണ്, തുടങ്ങിയിട്ടില്ല ഇതുവരെയ്ക്കും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽസിൽ തന്നെ വരുന്നതാണ്. അപ്പൊ എല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സന്തോഷിക്കുക. Signing out. Bye.